എന്താണ് ശ്രീ കെ അനിൽകുമാർ അതിനുള്ള മറുപടി? മുസ്ലിം ലീഗ് കൊടിയോ വടിയോ ഒക്കെ എടുക്കട്ടെ, അത് അവരുടെ കാര്യം. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഞങ്ങളുടെ കൊടിയും വടിയൊന്നും നിങ്ങൾ നോക്കണ്ടെന്ന്. മുസ്ലിം ലീഗിന്റെ കൊടി രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് എന്തിനാണ് CPM ഇത്ര മനോവേദന? ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് അസീമുള്ള ഖാനാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച ആശയമെന്ന് പറയുന്നത് സംഘപരിവാരത്തിനുള്ള മറുപടിയാണ്. മുസ്ലിം എന്ന് പേര് കേട്ടാൽ ഉടൻ തന്നെ അത് ഇന്ത്യ വിരുദ്ധമാണ് എന്ന ആഖ്യാനം BJP ഉണ്ടാക്കുമ്പോൾ ആ ആഖ്യാനത്തിനെതിരായി എത്രയോ ശരിയായ യാഥാർത്ഥ്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ സമൂഹത്തിനകത്ത് ഉയർത്തിപ്പിടിക്കുന്നത്. മഹാഭാരതം ആദ്യമായിട്ട് പേർഷ്യനിലേക്ക് തർജ്ജമ ചെയ്ത അക്ബറെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. സചിത്ര രാമായണം ആദ്യം ഉണ്ടാക്കിയത് അക്ബർ ചക്രവർത്തിയാണെന്ന് ഞങ്ങൾ പറയാറുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ സംഘപരിവാരം ഒരു ആശയം ഉയർത്തിക്കൊണ്ടുവന്നാൽ ആ ആശയത്തിന് കീഴ്പ്പെടുന്നതല്ല, ആശയത്തിന് രാജ്യ ചരിത്രത്തിൽ മറുപടി പറയാൻ എത്രയോ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ പതാകയല്ല ലീഗിൻ്റെ പതാക. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ അഭിമാനം പണയപ്പെടുത്തിയിരുന്ന RSSൻ്റെ പതാകയിൽ നിന്നും എന്താണ് ലീഗിൻ്റെ പതാകയ്ക്കുള്ള വ്യത്യാസം? ആ ലീഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒപ്പം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായൊരു ലീഗാണ്. പിന്നീടാണ് ദ്വിരാഷ്ട്രവാദം ആദ്യമായി സംഘപരിവാർ ഉയർത്തി, പിന്നീട് ലീഗും ഉയർത്തി. ആ ലീഗല്ല ഇന്നത്തെ ലീഗ്. ഇവിടെ നമ്മൾ കാണേണ്ടത് INA കലാപകാരികളെ വിട്ടയക്കാൻ ആവശ്യപ്പെട്ട പ്രക്ഷോഭണവർക്ക് 1946 INA കലാപം. അല്ല, അതിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല ശ്രീ അനിൽകുമാർ, അതിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ചരിത്രപരമായ എന്തെങ്കിലും വസ്തുത വെച്ചിട്ടല്ല ലീഗ് ഇന്ന് CPM-നോട് പറഞ്ഞത് ഹിന്ദുത്വ തീവ്രവാദികൾക്ക് അവസരം നഷ്ടപ്പെട്ടതിന്റെ നിരാശയാണ് പിണറായി വിജയന്റെ പ്രസ്താവനയിൽ എന്നാണ്. നിങ്ങൾ ഒരേ തൂവൽ പക്ഷികളാണ്, CPM-ഉം BJP-യും ഒരേ തൂവൽ പക്ഷികളാണ്. ആ ഒരേ തൂവൽ പക്ഷികൾ ഒരേ സ്വരത്തിൽ കൂവുകയാണെന്നാണ് ലീഗ് ഇന്ന് പറഞ്ഞത്. അല്ലാതെ CPM പറഞ്ഞതുപോലെ അയ്യോ ഞങ്ങളുടെ പതാക പൊക്കാൻ പറ്റിയില്ല, വലിയ കഷ്ടമായി പോയി എന്നല്ല. ഞാൻ ലീഗിനെ കുറിച്ചാണ് പറയുന്നത്. കോൺഗ്രസിൻ്റെ മസ്രകളിൽ അടിമത്ത ജീവിതമായി ആടുജീവിതമായി ജീവിക്കുന്ന ലീഗിനെ കുറിച്ച് തന്നെ പറയുന്നത്. ആ ലീഗിന് ഒരു ചരിത്രം തിരിച്ചു പറഞ്ഞു കൊടുക്കാനുണ്ടെന്ന്. അത് BJP-യോട് പറയേണ്ട ചരിത്രമാണ്. നിങ്ങൾ സംഘപരിവാരത്തിൻ്റെ കാല് നിൽക്കുമ്പോൾ INA കലാപകാരികളെ വിട്ടുവയ്ക്കാൻ ബോംബെ നാവിക കലാപം നടക്കുമ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും ദേശീയ പതാകയ്ക്കൊപ്പം ലീഗിൻ്റെ പതാകയും ഉയർന്നപ്പോൾ കാവ്യ പതാക എവിടെ പോയി? ഇതല്ല ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ പഠിപ്പിക്കേണ്ടത്. ഞങ്ങൾ പതാക താഴ്ത്തുകയല്ല, ഞങ്ങൾ പതാക ഉയർത്തിയവരാണ്. പാകിസ്ഥാൻ്റെ പതാകയല്ല. അന്ന് ബ്രിട്ടനോടൊപ്പം യൂണിയൻ ജാക്കിനോടൊപ്പം നിന്നതാണ് സംഘപരിവാരത്തിൻ്റെ കൊടി. ഇത് പ്രത്യയശാസ്ത്രപരമായി പറയാൻ ബാധ്യതപ്പെട്ട ഒരു മുന്നണിയുടെ പേരല്ല ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രപരമായി BJP-യോട് പൊരുതാൻ ബാധ്യതപ്പെട്ടവർ. അവരെന്ത് ചെയ്യുന്നു? ഒളിച്ചു പോകുന്നു. സംഘപരിവാരത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതികരിച്ചില്ലേ? അതിൻ്റെ ഭാഗമല്ലേ ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രസംഗം. അസീമുള്ള ഖാനെ കുറിച്ച് പറഞ്ഞത്. അസീമുള്ള ഖാനെ പ്രശംസിച്ച് കേരള മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞങ്ങളുടെ വോട്ട് പോവുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് പോവുമോ? അങ്ങനൊന്നും കാണണമല്ലോ. അവിടെയാണ് ഇന്ത്യ ചരിത്രമാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. സംഘപരിവാരത്തിനെതിരെ നിങ്ങൾ ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്നവർ. ഇനി എൻ്റെ അടുത്ത ചോദ്യം എന്താണ്? മുസ്ലിം ലീഗിൻ്റെ അടിമത്തം അവിടെ നിൽക്കട്ടെ. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേരിനെ കുറിച്ചെല്ലാം നിങ്ങൾ പറയുന്നുണ്ടല്ലോ. 2004 E. അഹമ്മദ് മന്ത്രിയായല്ലോ. അന്ന് പൊന്നാനി ലോകസഭയിൽ ലീഗ് തോറ്റല്ലോ. പൊന്നാനിയിൽ ലീഗിനെ തോപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമായ TK കമ്മ്യൂണിസ്റ്റ് ആർക്കാ പിന്തുണ കൊടുത്തത്? E. അഹമ്മദ് അടക്കമുള്ള ലീഗിന്റെ മന്ത്രിമാരോടൊപ്പം ഇരിക്കാൻ UPA സർക്കാരിന് ഞങ്ങൾ പിന്തുണ കൊടുത്തു. ഞങ്ങൾ BJP-ക്കാരുടെ തടവറയിലാണെങ്കിൽ BJP-ക്കാർക്കാണ് നിൽക്കുന്നതെങ്കിൽ TK കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് 2004 UPA സർക്കാരിന് പിന്തുണ കൊടുക്കുന്നത്? ഞാൻ പറയുമ്പോൾ ഇടപെടരുത്. 2004 E. അഹമ്മദ് മന്ത്രിയായപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ ഇല്ലായിരുന്നോ? നിങ്ങൾക്ക് അന്ന് പുളിക്കില്ലായിരുന്നോ? അപ്പം നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മനസ്സിലായില്ലേ? ഞങ്ങൾ BJP-യുടെ കൂടെ നിൽക്കുന്നവരെല്ലാം നിങ്ങൾക്ക് അനുഭവം കൊണ്ട് മനസ്സിലായില്ലേ ലീഗിന്? ഇനി തിരിച്ച് ലീഗിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളിപ്പോൾ പതാക മുടക്കി ഇന്ത്യ മുന്നണിക്ക് കേന്ദ്രത്തിൽ അധികാരം കിട്ടിയാൽ BJP-യെ പുറത്താക്കിയാൽ അതിൽ ലീഗിൻ്റെ പങ്കാളിത്തം എന്താണ്? അധികാര പങ്കാളിത്തത്തിൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? 2004 പോലെ ലീഗിനതിൽ പങ്കാളിത്തപ്പെടുന്ന നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലേ? അങ്ങനെ പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ പകുതിയാണ് മന്ത്രിയായിട്ടിരിക്കുന്നത് BJP-ക്കാർ പ്രചരിപ്പിക്കുന്നു, കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി ഉണ്ടാക്കുന്ന ഈ ആഖ്യാനങ്ങളെ ചെറുക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ടെന്നാണ്. ഈ രാജ്യത്തിനുണ്ട്, ഭാരതത്തിനുണ്ട്.
ഭാരതം അതിൻ്റെ കരുത്ത് പ്രകടിപ്പിച്ചാൽ, ഇന്ത്യ അതിൻ്റെ കരുത്തായി ഉയർന്നാൽ BJP വട്ടപൂജ്യമാകും. കേരളത്തിൽ നമുക്ക് വട്ടപൂജ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ലേ? ശരി, ഓക്കെ. കേരളത്തിൽ വട്ടപൂജ്യമാക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ രാജ്യത്ത് അവരെ ന്യൂനീകരിക്കാനാകും. ആത്മവിശ്വാസമില്ലാതെ ഞങ്ങൾ യുദ്ധം തോറ്റിരിക്കുന്നു, ഇപ്പൊ തന്നെ കൊടി പൊക്കത്തില്ല. ശരി, നമുക്ക് കൊടിയുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. എന്ത് BJP വിരുദ്ധ യുദ്ധമാണ്? കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം.